അങ്ങനെ 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിരുന്നപ്പോഴാണ് ഏത്തക്ക കണ്ടത്. അപ്പൊ തീരുമാനിച്ചു ഏത്തക്കയപ്പം ഉണ്ടാക്കാന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാനാണെങ്കിൽ മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചുട്ടാൻ മാത്രം മതി. അങ്ങനെ അടുപ്പിലേക്ക് ഞാൻ പാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടാണ്. എന്ന് വെച്ചാൽ എല്ലാവരും മൈദയാണ് യൂസ് ചെയ്താണ് ഏത്തക്കയപ്പം ഉണ്ടാക്കാറുള്ളത്. ഞാനിവിടെ ആട്ടമാവാണ് യൂസ് ചെയ്യുന്നത്. അതും റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടമാവിനകത്താണ് ഞാൻ ഇന്ന് ഏത്തക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഏത്തക്കയപ്പം ഞങ്ങൾക്ക് സെറ്റാക്കി മാവിനകത്ത് ഏത്തക്ക ഇട്ടിട്ട് ഇളക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഞങ്ങൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി ഏത്തക്ക എണ്ണയിലേക്ക് മുക്കാം, അല്ലെ എണ്ണയിലേക്ക് ഇടാം. ഉം. അങ്ങനെ ഓരോന്നോരോന്നിട്ട് പറക്കി എണ്ണയ്ക്കകത്ത് ഇടാൻ തുടങ്ങി. അങ്ങനെ നമ്മളിനി വെയിറ്റ് ചെയ്യാണ് അതൊന്ന് വെന്ത് മുരിഞ്ഞു വരാൻ വേണ്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നമ്മളിനി വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നല്ലപോലെ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഏകദേശം നമ്മുടെ ഏത്തക്കയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം അതൊന്ന് മുരിഞ്ഞു വരട്ടെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏത്തക്ക നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്നുണ്ട്. അതിന്റെ അടിഭാഗം എല്ലാം നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്നുണ്ട്. ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുന്നത് കമത്തി ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഏത്തക്കയുടെ ഇത് കഴിഞ്ഞു. അത് നമുക്ക് ഇനി അകത്താക്കിയാൽ മാത്രം മതി. ഇത് ചുട്ട് കഴിഞ്ഞ് നമ്മൾ തിന്നാൽ മാത്രം മതി. ഒരു എണ്ണയിൽ നിന്ന് നമ്മുടെ ഏത്തക്ക ഇളകെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏത്തക്ക അപ്പം തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ആട്ടമാവിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയായിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഏത്തക്ക ഇളകി സെറ്റായിട്ട് ഇനി കഴിക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ. അതുപോലെ നിങ്ങൾ ആട്ടമാവിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനും നല്ല ഇതായിട്ട് പറ്റുന്നതാണ്.